വിശദമായി സംസ്ഥാന സർക്കാരിന് വിമർശനവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വന്യജീവി ആക്രമണത്തിലെ സർക്കാർ നടപടികളിൽ ഗവർണർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. വനംവകുപ്പ് മേധാവിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗവർണർ ഉന്നയിച്ചത്. PCCF-നെ രാജ്ഭവൻ വിളിച്ചു വരുത്തി. വന്യജീവി ആക്രമണത്തിൽ PCCF-ന് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലെന്നും ഗവർണർ വിമർശിച്ചു. The wild elephants coming into human territory, tigers coming and killing people, leopards coming in. So the man-animal conflict, as the experts call it. So have men encroached into forest land, or are the wild animals coming into the state? You would have a very clear view on how we should tackle this issue. I had called him and I was talking to him about the very same issue. Unfortunately, the PCCF had no vision for this but I told him there are certain things to be done. What he says, he was satisfied with whatever has been done. I said that is not enough, whatever has been done. Why we must understand why the wild animals are coming out of their inhabitation, why they are coming to the human people. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത, വനംവകുപ്പ് മേധാവിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുക മാത്രമല്ല PCCF-നെ വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്കും രാജ്ഭവൻ കടന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്താണ്? കൃത്യമായി സംസ്ഥാനത്തെ വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കെടുകാര്യസ്ഥതകളും വീഴ്ചകളും അത് ഗവർണർ തുറന്നു പറയുകയാണ്. കാരണം ഈ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വന്യജീവികളുടെ ആക്രമണങ്ങളിൽ മനുഷ്യരുടെ ജീവൻ തുടർച്ചയായി നഷ്ടപ്പെടുന്ന ഒരു ഗുരുതര സാഹചര്യം സംസ്ഥാനത്തുണ്ടാകുമ്പോഴാണ് അദ്ദേഹം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനെ വിളിച്ചു വരുത്തുന്നതും ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതും. പക്ഷേ അപ്പോൾ കൃത്യമായി അദ്ദേഹവുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഗവർണർ പറയുന്നത് നിലവിലത്തെ PCCF-ന് ഇത് സംബന്ധിച്ച ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളത്. അതായത് സംസ്ഥാനത്തെ ഈ വന്യജീവി ആക്രമണങ്ങളെ എങ്ങനെ നേരിടണമെന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും ജനങ്ങളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ജീവനൊക്കെ സുരക്ഷിതമായി ഒരു രണ്ട് തലത്തിലേക്ക് ഇവരെ മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യവും വനത്തിനുള്ളിലേക്ക് മനുഷ്യന്റെ അതിക്രമിച്ച് കടക്കൽ ഉണ്ടാകുന്ന സാഹചര്യം, ഇതൊക്കെ പരിഹരിക്കുന്നതിന് കൃത്യമായ കാഴ്ചപ്പാടും പദ്ധതികളും ഒക്കെ ഉണ്ടാകേണ്ടതും അതിന് നേതൃത്വം നൽകേണ്ടതും സംസ്ഥാനത്തെ വനംവകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ നിലയിൽ PCCF ആണ്. അദ്ദേഹത്തിന് മുകളിലാണെങ്കിൽ സംസ്ഥാന വനംവകുപ്പ് സെക്രട്ടറി മാത്രമാണുള്ളത്, അതിനും പിന്നീട് മന്ത്രിയാണുള്ളത്. അപ്പോൾ അതിനുശേഷം സംസ്ഥാന വനംവകുപ്പിന്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഉദ്യോഗസ്ഥന് കൃത്യമായി ഇതിനെപ്പറ്റി ഒരു വിഷൻ ഇല്ല എന്ന് പറയുമ്പോൾ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം അവതാളത്തിലാണ് എന്നുള്ളത് കൂടിയാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മളും ഈ സംബന്ധിച്ചൊരു വാർത്ത നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ വനംവകുപ്പിന് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിവരശേഖരണവും വനംവകുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ വനംവകുപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്തൊക്കെ, ഇതുവരെ സ്ഥാപിച്ച ഫെൻസിങ്ങിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, കിടങ്ങുകൾ എത്രയാണ്, മറ്റ് കേന്ദ്ര സഹായം എത്ര ലഭിച്ചു, ഇത് തുടങ്ങിയിട്ടുള്ള ഒരു വിവരങ്ങളും സംസ്ഥാന വനംവകുപ്പിന്റെ കയ്യിലില്ല എന്നുള്ളത് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി തന്നെ വ്യക്തമായ ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഗവർണർ കൂടുതൽ രൂക്ഷമായൊരു വിമർശനം ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് പോലും ഏത് രീതിയിൽ ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണം, വന്യജീവികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു ധാരണയുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ കൃത്യമായി വനംവകുപ്പിന്റെ വീഴ്ചകൾ ഗവർണർ തുറന്നു പറയുകയാണ്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം പാളിച്ചകളും പോരായ്മകളും ഇപ്പോൾ ഗവർണർ എടുത്തു കാണിക്കുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ളത് കൂടി അദ്ദേഹം ജനൻ ടിവിയോട് വ്യക്തമാക്കി എന്നുള്ളതാണ്. കാരണം ഇത് സംബന്ധിച്ച ഇത്തരത്തിൽ ഗവർണറുടെ ഇടപെടലുകളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പുതിയ ഗവർണറുടെ ഇടപെടലുകൾ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള വാർത്തകൾ പെട്ടെന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യമില്ല. അദ്ദേഹം ഇടപെടലുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായ പ്രോപ്പർ ചാനലുകളുടെ ആ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അത് സംബന്ധിച്ച് വലിയൊരു വാർത്താ പ്രാധാന്യമൊന്നും അദ്ദേഹം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ PCCF-നെ വിളിച്ചു വരുത്തുമ്പോൾ അദ്ദേഹം അതൃപ്തനാണ് ആ PCCF-ന്റെ മറുപടിയിൽ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം. കാരണം ഒരു ഉദ്യോഗസ്ഥൻ, അതിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കൃത്യമായ ധാരണയും വിഷനമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് എങ്ങനെയാണ്, എത്രയും കാലം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി ഒരുപക്ഷെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഈ രീതിയിൽ വലിയ രീതിയിലുള്ള വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന ഒരു കാലം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത്രയധികം ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ഇടവേള കുറഞ്ഞു വരുന്നുണ്ട്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതും അത് മനുഷ്യരുമായിട്ടുള്ള ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമായി
വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടവേള അത് വലിയ തോതിൽ കുറഞ്ഞു വരുന്നുണ്ട്. ഇനി വേനൽ കൂടുതൽ രൂക്ഷമാകാൻ പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ കൂടുതൽ മൃഗങ്ങൾ എന്തായാലും വെള്ളവും ഭക്ഷണവും ഒക്കെ തേടി കാടിറങ്ങി വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അപ്പോഴും ഇതൊന്നും നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ്, കാഴ്ചപ്പാട് സംസ്ഥാനത്തെ വനം വകുപ്പിനില്ല എന്നുള്ളത് സംസ്ഥാനത്തെ ഗവർണർ തന്നെ പറഞ്ഞു വെക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വനം വകുപ്പിന്റെ വീഴ്ചകൾ, മുന്നൊരുക്കങ്ങൾ എല്ലാം പാളിയിരിക്കുന്നു. ഇന്നും വനം വകുപ്പിന്റെ ഒരു ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. അപ്പോൾ ഗവർണറുടെ കൃത്യമായ ഈ വിമർശനവും അദ്ദേഹം ഈ കാര്യത്തിൽ ഇത്തരത്തിലൊരു ആശങ്ക രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ന് വനം വകുപ്പിന്റെ ഇത്തരത്തിലൊരു യോഗം ചേരുന്നതെന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ജനൻ ടിവിയോടാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റെടുത്തതിന് ശേഷം ആദ്യമായി ഇത്തരത്തിലൊരു ഇന്റർവ്യൂ നൽകുന്നതും അല്ലെങ്കിൽ ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നതും. മറ്റൊരു കാര്യം ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്, അദ്ദേഹം ഗവർണറായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളെ പറ്റി നടത്തുന്ന ആദ്യത്തെ വിമർശനം കൂടിയാണ് ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ടത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഇപ്പോൾ ചർച്ചയാകേണ്ട, വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്നുള്ള ഉറപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും കൂടിയാണ് ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി ചർച്ചയാവുന്ന ഒരു വിഷയവും ഈ വന്യജീവി ആക്രമണങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്നതാണ്. അത് ഒരു ഇടത്തു മാത്രമല്ല, കേരളത്തിലെമ്പാടും ഇത് ഈ കാടുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ, കാടുമായി അടുത്ത് നിൽക്കുന്ന ഇടങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായി പഠിച്ചുള്ള പ്രതികരണം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ വിഷയത്തിലൊരു പ്രശ്നപരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും അതിനെക്കുറിച്ചൊരു ധാരണ പോലും ഇല്ല എന്നുള്ളതുമാണ് അദ്ദേഹം വിമർശിച്ചത്. ഒപ്പം ഈ വിഷയത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകളെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടോ? അതായത് കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ല വനംവകുപ്പിന് എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെതിരെ തന്നെ ഉയർന്നിട്ടുള്ള ഒരു വിമർശനമാണ്. കാരണം ഇപ്പോൾ ഒരു മന്ത്രി തലത്തിൽ അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആൾ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ കൂടുതൽ ഈ വിഷയങ്ങളിൽ ധാരണ, അറിവ്, എന്താണ് തങ്ങളുടെ ആക്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ബോധ്യമുണ്ടാകേണ്ടത് ഉദ്യോഗസ്ഥർക്കാണ്, അല്ലെങ്കിൽ ആ വകുപ്പിന് നേതൃത്വം നൽകുന്ന ആളുകൾക്കാണ്. അദ്ദേഹത്തിൻ്റെയും ഈ പറയുന്ന രീതിയിൽ അവർ ആലോചിച്ച് കൂട്ടുന്ന തീരുമാനങ്ങളിലൂടെയാണ് ഈ വകുപ്പുകളെല്ലാം മുന്നോട്ട് പോകേണ്ടത്. ഓരോ സ്ഥലത്തും നടപ്പിലാക്കേണ്ട പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനം എടുക്കേണ്ടത് ഇത്തരം ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർക്ക് തന്നെ ഈ വിഷയത്തിൽ ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാടില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ സർക്കാരിനെതിരെയുള്ള വിമർശനം കൂടിയാണ് നടത്തുന്നത്. കാരണം സർക്കാരിനും കൂടിയാണ് ആ വീഴ്ച. ഇത്തരം ഉദ്യോഗസ്ഥരെ കൊണ്ട് നടപടികൾ സ്വീകരിപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ വനമേഖലയോടും അതിന് വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യവാസ കേന്ദ്രങ്ങളിലും നടപ്പിലാക്കേണ്ട പദ്ധതികൾ അടക്കമുള്ളത് ആലോചിക്കുകയും അവ നടപ്പിലാക്കുകയും ദീർഘകാലത്തേക്കുള്ള കാഴ്ചപ്പാടോടുകൂടി അത്തരം പദ്ധതികൾ കൊണ്ടുവരികയും ചെയ്യേണ്ടതും എല്ലാം സർക്കാരിന്റെയും ഈ വകുപ്പുകളുടെയും ഉത്തരവാദിത്തമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ വിഷയത്തിൽ ഒരു ധാരണയില്ല, ഒരു കാഴ്ചപ്പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ സർക്കാരിന്റെ വീഴ്ചയും ഗവർണർ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുമെന്നുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ വന്യജീവികൾ കാടിറങ്ങി വരുമെന്നുള്ള കാര്യത്തിലൊക്കെ മുൻകൂട്ടി കാണേണ്ട ഉത്തരവാദിത്തം വനം വകുപ്പിനുണ്ട്. വേനൽ കടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂടുതൽ പ്രശ്നങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വനം വകുപ്പിന് ഒരു ധാരണ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ ഈ വകുപ്പിന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രിൻസിപ്പൽ കൺസർവേറ്റർക്ക് ഈ രീതിയിലുള്ള ഒരു ധാരണ പോലുമില്ല എന്നുള്ള വിമർശനത്തിലൂടെ ഗവർണർ വ്യക്തമാക്കുകയാണ്. അപ്പോൾ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് ഗവർണറുടെ ഈ വിമർശനത്തോട് വനമന്ത്രി അടക്കമുള്ളവർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്ത് പ്രതികരണം നടത്തുമെന്നുള്ള ചോദ്യം ബാക്കിയാണ്. ആ പ്രതികരണത്തിലൂടെ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. എന്തായാലും ഇന്നും ഈ രീതിയിലുള്ള ഒരു യോഗമുണ്ട്. ഗവർണറുടെ ഈ വിമർശനം വന്നതിന് ശേഷമാണ് ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഉന്നതതല യോഗം ചേരുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട ആക്ഷൻ പ്ലാൻ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇതുവരെ സംസ്ഥാന വനം വകുപ്പിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ യാഥാർത്ഥ്യം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം പദ്ധതികൾ നേരത്തെ ആസൂത്രണം ചെയ്തു വെച്ചിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദ്ധതികളും ഇതുവരെ ആസൂത്രണം ചെയ്യപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു വീഴ്ച തന്നെയാണ്. കാരണം അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വയനാട്ടിലെ രാധയടക്കമുള്ളവരുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയായിരുന്നില്ല. 36ഓളം ഹോട്ട്സ്പോട്ടുകൾ ഇതേ രീതിയിൽ വനം വകുപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രിയൊക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ ഹോട്ട്സ്പോട്ടുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ, തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെയൊക്കെ കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും കൂടുതൽ വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങാനുള്ള പ്രതിരോധ മാർഗങ്ങൾ ആലോചിക്കാനും ഒക്കെയുള്ള പദ്ധതികൾ ആലോചിക്കേണ്ടതിന് ഒരു പ്രാഥമിക ഉത്തരവാദിത്തം, അടിസ്ഥാനപരമായ ജോലി അത് വകുപ്പിൻ്റെതാണ്, വനം വകുപ്പിൻ്റെതാണ്. അപ്പോൾ ആ വകുപ്പിന് തന്നെ ഇത്തരത്തിൽ എന്ത് ചെയ്യണമെന്നൊരു ബോധ്യം, ഒരു അടിസ്ഥാനം, ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ്
ഗവർണറുടെ ഈ വിമർശനമായി വന്നിരിക്കുന്നത് അത് സംസ്ഥാന വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെടുകാര്യസ്ഥതകൾ കഴിഞ്ഞ കുറച്ചു കാലമായി മാധ്യമങ്ങളും ജനം ടി വി അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള കെടുകാര്യസ്ഥതകൾ വകുപ്പിനുണ്ട്. ആ കെടുകാര്യസ്ഥതകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഒരു പരിഹാരം കാണാൻ സംസ്ഥാനത്ത് ഇതുവരെയുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. എന്തായാലും ഗവർണർ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകേണ്ട, അതിനുവേണ്ടിയുള്ള ദീർഘകാല കാഴ്ചപ്പാടോടുകൂടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് പോലും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് എന്ന് പറയുമ്പോൾ കൃത്യമായ വിമർശനം ഗവർണർ ഉയർത്തുന്നു. സർക്കാരിന്റെ വീഴ്ച ഗവർണർ തുറന്നു പറയുന്നു. അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് ജനം ടി വിയിലൂടെ വെക്കുകയാണ് എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിൽ മന്ത്രി അടക്കമുള്ളവർ എന്തു പറയുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വീണ, വന്യജീവി ആക്രമണത്തിലെ സർക്കാർ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനം ടി വിക്ക് അഭിമുഖം നൽകിയത്. സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചതെന്ന് മാത്രമല്ല, വനംവകുപ്പ് മേധാവിക്കെതിരെയും രൂക്ഷ വിമർശനം ഗവർണർ ഉന്നയിച്ചു. PCCFനെ രാജ്ഭവൻ വിളിച്ചു വരുത്തിയെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. വന്യജീവി ആക്രമണത്തിൽ PCCFന് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നും ഗവർണർ വിമർശിച്ചു. ഇതടക്കമുള്ള സമകാലിക വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടുള്ള ഗവർണറുടെ ബിഗ് ഇന്റർവ്യൂവിലാണ് ഈ വന്യജീവി ആക്രമണം സംബന്ധിച്ച് സർക്കാർ പരാജയപ്പെട്ടു പോയ കാര്യം വ്യക്തമാക്കിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള നടത്തിയ പ്രത്യേക അഭിമുഖം ദ ബിഗ് ഇന്റർവ്യൂ ഇന്ന് രാത്രി 7 മണിക്ക് സംപ്രേഷണം ചെയ്യും.